ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 4 ടൈപ്പിലുള്ള ടിയാര മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ആദ്യം വന്നിട്ടുള്ളത് 2 കളർ ഒരുമിച്ച് വന്നിട്ടുണ്ട്, 2 സ്റ്റെപ്പായിട്ട്. പിന്നെ ഒരു ആഷ് കളറ്, വീണ്ടും അതുപോലെ തന്നെ വൈറ്റ് 2 ഉപയോഗിച്ചിട്ടുള്ള ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. അതേ കളറിൽ തന്നെ 2 ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. 2 കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി ചെയ്തിട്ടുള്ളത് ഒരു കളർ തന്നെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു റോല്, ഒരു കളർ സെയിം കളർ വന്നിട്ടുള്ളതാണ്. അങ്ങനെ 3 ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഡിസൈനും കൂടി പരിചയപ്പെടാം. അതേ സ്റ്റോൺ തന്നെ എടുത്തിട്ടുള്ളത്, ബീഡ്സ് തന്നെ എടുത്തിട്ടുള്ളത്. ആദ്യം ഏകദേശം 1.5 മീറ്ററോളം നീളം വരുന്ന ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. 1.5-2 മീറ്ററൊക്കെ ഏകദേശം ഒരു ടിയാര മേക്കിങ്ങിന് ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ 4mm 5mm തിക്നെസ്സിലുള്ള ഗിയർ വയർ എടുക്കുക. ഏറ്റവും നല്ലത് 5mm തിക്നെസ്സിലുള്ള ഗിയർ വയർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ടിയാരയ്ക്ക് കാണാൻ ഭംഗിയുള്ളത്. ആദ്യം നമ്മൾ സെൻറ്ററിലേക്ക് 5 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ബീഡ് ഇട്ടതിന് ശേഷം 2 തവണ മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഗിയർ വയർ ഒരു ഭാഗം മാത്രം ബാക്കിലൂടെ, വീഡിയോയിൽ കാണുന്നത് പോലെ ബാക്കിലൂടെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ശേഷം നമ്മൾ സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഒരു ആഷ് കളറ് ചെറിയ ബീഡ് തന്നെ എടുത്തിട്ടുണ്ട്. ആ ബീഡിനെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഉള്ളിലൂടെ തന്നെ പുറകുവശത്തേക്ക് എടുക്കുക. നമ്മൾ അകത്തേക്ക് കയറ്റി അതേപോലെ തന്നെ പുറകോട്ടും എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻറ്ററിലുള്ള ആ ബീഡ് അങ്ങനെയാണ്ട് നിന്നുള്ളൂ. അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നല്ല രസമുള്ളൊരു ഫ്ലവറായിട്ട് നിന്നുള്ളൂ. ഇത് നല്ല മാച്ചുള്ള 2 കളർ എടുക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ചോപ്പിൻ്റെ സെൻറ്ററിൽ പച്ച വരുന്നതും വെള്ള വരുന്നതൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. ശേഷം നമ്മളൊന്ന് ഒരു 6 തവണയെങ്കിലും ഒന്ന് പിരിച്ചു കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ഒരു സൈഡ് എടുക്കുക. ഗിയർ വയറിൻ്റെ ഒരു സൈഡാണ് കോർക്കേണ്ടത്. ഒരു സൈഡിൽ 5 ബീഡ് എടുക്കുക. ഈ ബീഡ് നല്ല ഗ്ലേസിങ് ഉള്ള, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബീഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ബീഡുകൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണം. അടുത്തത് ചെയ്യുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇങ്ങനെ ചുറ്റി കൊടുക്കേണ്ടത്. 2 തവണ മാത്രം ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. ശേഷം ബാക്കിലൂടെ നൂലെടുക്കുക. ബാക്കിലൂടെ വയറെടുത്തിട്ട് അതിലാണ് ആഷ് കളറ് മുത്ത് വെക്കേണ്ടത്. മുത്ത് അതേ രീതിയിൽ തന്നെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുകയാണ് വേണ്ടത്. അതേ രീതിയിൽ തന്നെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. ടൈറ്റാക്കി പിടിക്കുക. ഇങ്ങനെ ചുറ്റി കൊടുക്കണം. 5-6 തവണ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. ഇതിപ്പോൾ 2 ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണം. നല്ല അടുത്ത് വരാൻ പാടില്ല, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല കാണാനും. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഒരു 6-7 തവണ ചുറ്റേണ്ടി വരും. അങ്ങനെ പിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ പിരിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ മുമ്പ് ചെയ്ത അതേ രീതിക്ക് തന്നെ 5 ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇങ്ങനെ 2 തവണ പിരിച്ചെടുക്കുക. ടൈറ്റാക്കി പിരിച്ചെടുക്കണം. മുത്തുകൾക്കിടയിൽ ഗ്യാപ്പ് വരരുത്, അപ്പം ഭംഗി ഉണ്ടാവില്ല കാണാൻ. പിന്നെ ബാക്കിലൂടെ ഗിയർ വയർ എടുക്കുക. സെൻറ്ററിലായിട്ട് ആ മുത്ത് വെക്കുക. ആ മുത്ത് കോർത്ത് ഗിയർ വയർ വീണ്ടും ബാക്കിലോട്ട് തന്നെ വലിച്ചെടുക്കുക. ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തു പോവുക.
ഇതുപോലെ മറ്റേ വശത്തും ഇതുപോലെ ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് വീണ്ടും 5 ബീഡ് ഇട്ട് കൊടുക്കണം. ഈ ഗ്യാപ്പ് ഇടുന്നതെല്ലാം ഒരേ അളവായിരിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പലതും പല വലിപ്പമായി പോവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. കൂടാതെ ഇങ്ങനെ പിരിക്കുന്ന എണ്ണവും ഒന്ന് മനസ്സിൽ കരുതണം. ആ പിരിക്കുന്ന എണ്ണവും 2 സൈഡും ഒരുപോലെ തന്നെ ആ പിരിയുടെ എണ്ണം ആവണം, അല്ലെങ്കിലും ഇത് വലിപ്പ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ 2 റോ നമ്മൾ ചെയ്തു ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തു. അതിനുശേഷം എയർ ബാൻഡുമേൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമ്മൾ ബോ റെഡി ആയിട്ടുണ്ട്. ഇതിലൂടെ ചെറിയൊരു വർക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലുള്ള ആ ഗിയർ വയർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലെയർ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനിവിടെ എടുത്തിട്ടുള്ളത് 4 വൈറ്റ് ബീഡും പിന്നെ ഒരു ആഷ് കളർ ബീഡുമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അവസാനം ഇതൊന്ന് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും